ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മക്രോണി ടൈപ്പ് പാസ്തയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാസ്ത എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ അളവിൽ ഒരു ഓയിലും ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ പാസ്ത കറക്റ്റായിട്ട് വെന്ത് കിട്ടാനും അത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ നമ്മൾ ഒരു സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചോ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനായിട്ട് ക്യാരറ്റ് നമ്മളിതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക്ക്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ കൊറിയൻഡർ ലീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നോർമലി ഇങ്ങനത്തെ വെജിറ്റബിൾസാണ് നമ്മൾ പാസ്തയിൽ ചേർക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ട് ആഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നോർമലി കോക്കനട്ട് ഓയിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബട്ടറോ അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഓണിയനും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിളായിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ടായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് സോട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരിച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് സോട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നൊരു ടിപ്പായിരിക്കും. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്തയാണ്. അതായത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് ആ ഒരു വെജിറ്റബിളും പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആ ഒരു പാസ്തയിലേക്ക് പിടിക്കുന്ന രീതിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പെപ്പർ പൗഡറാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. പക്ഷേ ഫ്ലേവറിനുള്ളത് ചേർത്താൽ മതി, ഭയങ്കരമായിട്ട് ചേർക്കരുത്. അപ്പോൾ ഭയങ്കര ഒരു കുത്തലായിരിക്കും ഈ ഒരു പെപ്പർ പൗഡറിൻ്റെ. പിന്നെ ഇതിലേക്ക് നമ്മൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി കുറച്ച് അധികം വേണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ തിക്നെസ് കുറച്ചും കൂടി അധികം വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ അളവിൽ ചേർക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കില്ല, എന്നാലും ഓവറാവരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നന്നായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ലൈസ് ചീസാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു 2 സ്ലൈസോളം ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നിങ്ങളുടെ താല്പര്യം നോക്കേണ്ടത്. കാരണം എനിക്ക് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി അത്ര ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ടൈപ്പ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാൽ ചേർത്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വാട്ടർ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാസ്ത റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പിന്നെ ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.